ഹായ് ഹലോ, നമ്മളിന്ന് ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആട് 3 എന്ന് പറഞ്ഞ ഫിലിം ഞാൻ കണ്ടു, അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട്. അങ്ങനെ ഒരുപാട് സിനിമ കാണുന്ന ആളൊന്നുമല്ല ഞാൻ, വളരെ കുറച്ച് സിനിമ മാത്രമാണ് കാണുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം കുറച്ച് തമാശയും ചിരിക്കാനൊക്കെയുള്ള സിനിമകളാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ആട് 3 കണ്ടു. ഭയങ്കര ആത്മാർത്ഥമായ റിവ്യൂ ആണേ. തുടങ്ങി ഒരു അരമണിക്കൂറിനുള്ളിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ കുറച്ചു നേരം ഉറങ്ങിപ്പോയി. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഉറങ്ങിയിട്ടില്ല. പക്ഷേ ആദ്യത്തെ ആ ഒരു ഇൻ്റർവെല്ലിൽ വരെ വലിയ സംഭവമായിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ചിരിക്കാനും വലുതായിട്ടൊന്നുമില്ല. അത് പോകുന്നതൊക്കെ ഒരു മീഡിയം റേഞ്ചിലാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിരിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുന്നുള്ള സിനിമകളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ നന്നായി ചിരിക്കാനുണ്ട് ഹാഫ് കഴിഞ്ഞിട്ട്. പിന്നെ പറയാതെ വയ്യ, ജയസൂര്യയുടെ കോസ്റ്റ്യൂം, അത് പുള്ളിക്കാരൻ്റെ വൈഫ് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൂപ്പർ കോസ്റ്റ്യൂം. ആണുങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ, കിടുക്കാച്ചി കോസ്റ്റ്യൂമാണ്. പിന്നെ വിനായകൻ സൂപ്പർ. അല്ലെങ്കിലും അദ്ദേഹം അങ്ങനെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ, അല്ലെങ്കിൽ അതിൽ 100% പുള്ളി ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് വിനായകനെ ഭയങ്കര ഇഷ്ടമാണ്. നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം സൂപ്പറാണ്. അദ്ദേഹം പിന്നെ നമ്മുടെ ജയസൂര്യൻ നന്നായിട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ജയസൂര്യയും വിനായകനും തന്നെയാണ് കഥയെ ലീഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഓവറോൾ ചിലപ്പം എല്ലാവർക്കും, പിന്നെ എനിക്ക് മാത്രമാണെന്ന് അറിയില്ല, ലാസ്റ്റ് നമുക്കൊന്നും വലുതായിട്ട് ഇതിനകത്ത് വലിയ ത്രെഡൊന്നും, ദൃശ്യം മൂവി പോലെ ഇങ്ങനെ ത്രെഡൊന്നും അങ്ങനൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഓക്കെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ചിരിക്കാനുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കുറേ തമാശകൾ, കാര്യങ്ങൾ കുറേ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് നഷ്ടമില്ല പോയിരുന്നുണ്ട്. പക്ഷെ ആദ്യ പകുതിയിൽ ഇൻ്റർവെല്ലിൽ വരുമ്പോഴേക്കും ഇത് എങ്ങോട്ടാ പോകുന്നത് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. പക്ഷെ കുഴപ്പമില്ല, ഓക്കെ. അപ്പം എല്ലാവരും പോയി. അപ്പോൾ നല്ലൊരു ഫിലിമാണ് കേട്ടോ. തമാശയൊക്കെ കണ്ട് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ, കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒക്കെ ഇരുന്ന് കാണാവുന്ന ഫിലിമാണ്. മോശപ്പെട്ടതായിട്ടൊന്നും വലിയ ചീത്ത സംസാരങ്ങളോ അങ്ങനൊന്നുമില്ല. എന്നാൽ തമാശയുണ്ട്, തമാശയിലൂടെ പോകുന്നുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സിനിമയൊക്കെ മതി ഇപ്പം, അതാണ് നല്ലത്. എന്താണെങ്കിലും ഞാൻ 5 മിനിറ്റ് ഉറങ്ങിയെങ്കിൽ 5 മിനിറ്റേ ഉറങ്ങിയിട്ടുള്ളൂ. ആ 5 മിനിറ്റ് സംഭവം വലുതായിട്ടൊന്നുമില്ല. അത് ഇൻ്റർവെല്ലിന് മുമ്പാണ് ഉറങ്ങിയത്. അപ്പോൾ അവിടെ വലിയ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള റിവ്യൂ ഭയങ്കര ആത്മാർത്ഥമാണ്. നിങ്ങൾ പോയി കാണണം, എല്ലാവരും കാണണം. ജയസൂര്യയുടെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. പിന്നെ കുറേ സ്ഥലങ്ങൾ കാണിക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ വിനായകൻ എന്താപ്പാ പിന്നെ നല്ല ബാക്കി ആരുടെയും അങ്ങോട്ട് നമുക്കിങ്ങനെ എടുത്തു പറയാനില്ല. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ഉള്ളത് ഇവർ രണ്ടുപേരാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ.